എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇതിന് മുമ്പൊരു വ്ളോഗിൽ ഞാൻ ഉച്ചയ്ക്ക് ഊണുണ്ടാക്കാൻ പോവാണ്. എൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ആഹാരം. അപ്പോൾ ഇന്ന് ഞാനൊരു മീൻകറി ഉണ്ടാക്കുന്നത്, മീൻ മുളകിട്ടത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് മുന്നേ ഒരു ദിവസം മീൻകറി ഉണ്ടാക്കിയപ്പോൾ ഞാൻ സാധാരണ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടുണ്ടാക്കിയതാണ്. തക്കാളി ഒന്നും ഇടാതെ സാധാ പുളി, നമ്മുടെ കുടംപുളിയൊക്കെ ഇട്ടുണ്ടാക്കിയാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മീൻ മുളകിട്ടത് ഉണ്ടല്ലോ, നമ്മുടെ ആലപ്പുഴ സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന നല്ല കൊച്ചുള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടുണ്ടാക്കുന്ന, പുളി ഒഴിക്കും, അങ്ങനെ ഉണ്ടാക്കുന്നൊരു മീൻ കറിയാണ്. അപ്പം ഞാൻ കുറച്ച് സീ ബ്രീം എന്ന് പറഞ്ഞൊരു മീൻ ഇവിടെ കിട്ടുന്നതാണ് ദുബായിൽ. അതാണ് ഞാൻ ഇപ്പോൾ അതിൻ്റെയാണ് കറി വെക്കാൻ പോകുന്നത്. കുറച്ച് ഇന്നലെ വാങ്ങിയാണ്, അതിൻ്റെ കുറച്ച് വറുത്ത് കുറച്ച് മാറ്റി വെച്ചിരുന്നത് കറി വെക്കാൻ, തലയും കഷ്ണങ്ങളും ഒക്കെ ആയിട്ട്. അപ്പം അതിന്ന് കറി വെച്ച് കാണിക്കാം. അതിനുള്ള എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം കാണിക്കാം. എൻ്റെ മീൻകറിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, ഒരു 10-20 കൊച്ചുള്ളിയെങ്കിലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഏതാണ്ട് ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട്, 1 ഇഞ്ചും 1.5 ഇഞ്ച് ഇഞ്ചി, പിന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളി, ഒരു 5 പച്ചമുളക്, തക്കാളി വളരെ ചെറിയ തക്കാളിയായതുകൊണ്ട് 2 എണ്ണം എടുത്തു, പിന്നെ കറിവേപ്പില, അതിൻ്റെ കൂടെ നമ്മുടെ കുടംപുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ഒരു 3 ചെറിയ പീസ് കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ വേണം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് ഞാൻ കാണിക്കാം. ഫിഷ് ഇതാണ് ഫിഷ്, ഇതാണ് സീ ബ്രീം ഫിഷ്. ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുക. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ തക്കാളിയും ഒക്കെ അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ ഇന്ന ഷേപ്പിൽ വേണമെന്നൊന്നുമില്ല കേട്ടോ. അരിഞ്ഞെടുക്കാം. വെളിച്ചെണ്ണയിലോട്ട് ഇടുമ്പോൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇടും. അപ്പോൾ ആദ്യം അതെല്ലാം മാറ്റി ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തുള്ളൂ. നമ്മൾ മുളക് പൊടി ഇടുമല്ലോ, മീൻ മുളകിലിട്ടെന്ന് പറയുമ്പം ഒരുമാതിരി നല്ല എരിയും കാണും. ആൻഡ് മുളക് പൊടി നമ്മൾ കുറച്ച് കൂടുതലിടും. അപ്പം അതുകൊണ്ട് പച്ചമുളക് ഞാൻ അധികം എടുത്തില്ല. വെളുത്തുള്ളിയും കൂടെ ഇഞ്ചിയുടെ കൂടെ ഞാൻ മാറ്റും. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഒരുമിച്ചിടാം എണ്ണയിലോട്ട്. അപ്പം ഈ കൊച്ചുള്ളി ആയിരുന്നു. ഇപ്പം ഞാൻ കുറച്ചേറെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ മീൻ മുളകിട്ടതിൽ നമ്മൾ കൊച്ചുള്ളി നന്നായിട്ടിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൊച്ചുള്ളി കൂടുതലിട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും വേണമെങ്കിൽ നിങ്ങൾ എടുക്കണ്ട കേട്ടോ, ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ കറിക്കായാലും ഒരു നല്ലൊരു കൊഴുപ്പ് കിട്ടും. എനിക്ക് തോന്നുന്നൊരു 1/2 കിലോ മീനുണ്ട്. അപ്പോൾ 1/2 കിലോ മീനിന് ഞാൻ ഈ അളവിനാണ് എടുക്കുന്നത്. ഇത്ര ഉള്ളി മതി. ബാക്കി ഉള്ളി ഞാൻ മാറ്റി വെച്ചേക്കാം. ഞാനൊരു 20 കൊച്ചുള്ളിയെങ്കിലും എടുത്തിട്ടുണ്ട്. ചെറിയ കൊച്ചുള്ളി, അതുകൊണ്ടാണ് അത്ര എടുത്തത്. ഇതിനെ ഇടോട്ട് വയ്ക്കാം. കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ ഒരുമിച്ച് അരിഞ്ഞ് വെക്കുവാണ്. ഒരുമിച്ച് അങ്ങിടാം, കുഴപ്പമില്ല. നമുക്ക് തക്കാളിയും കൂടെ അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്ക് നേരെ ഉണ്ടാക്കാം. ഈ മീൻ മുളകിട്ടതിന് നമ്മൾ തക്കാളിയും കൂടി ഇടണേ, എന്നാലേ അതിനൊരു ടേസ്റ്റ് കൂടുതൽ വരത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മീൻകറി വെക്കാനായിട്ട് ചട്ടി വെച്ചേ. അപ്പോൾ ചട്ടിയിലാണ് ഞാൻ മീൻകറിയൊക്കെ സാധാരണ വെക്കാറ്. അതിനാണുള്ള ടേസ്റ്റ്. നമുക്ക് ചട്ടി വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത്, ചട്ടിക്കകത്ത് കുറച്ച് വെള്ളം കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പുകയുണ്ട്, ഒത്തിരി ചൂടായിട്ട്. എന്നാൽ വെള്ളം പറ്റത്തുമില്ല. സോ അതിന് ഞാൻ പതിയെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് തുടച്ച് കളഞ്ഞാണ്. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് ആദ്യം ഇടേണ്ടത് ഇതാണ്, വെളിച്ചെണ്ണ. നല്ല വെളിച്ചെണ്ണയാണിത്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്.
കുറച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ ഇട്ടാൽ കുറച്ച് നല്ല മീൻകറിക്ക് നല്ല സ്വാദ് വരുമേ. സോ വെളിച്ചെണ്ണ ഇട്ടിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചാൽ ഈ ചട്ടി പുകയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. എണ്ണ ഒരുമാതിരി നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് ശകലം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇടുക. ഞാൻ അതിലേക്ക് തന്നെ ഞാൻ അരിഞ്ഞ് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് കൊച്ചുള്ളി അതിലിട്ടിടാം. മുരിയണ്ട, എന്നാലും ഇതിൻ്റെ ഇങ്ങനെ ആദ്യമേ ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പോൾ എണ്ണയിൽ ഇതിൻ്റെ ഒരു സത്ത് പോലെ ഇറങ്ങും. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മുടെ കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം വേണം. ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ചൊന്ന് വഴലാൻ വേണ്ടി നമുക്ക് ശകലം ഉപ്പിടാം. ഉപ്പിൻ്റെ കണക്ക് നിങ്ങളുടെ രുചി അനുസരിച്ച് ഉപ്പിടണം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുവാങ്ങി. ഇപ്പോഴാണ് ഇടുന്നത്. ആദ്യമേ കറിവേപ്പില ഇട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കറിവേപ്പില ക്രിസ്പി ആവും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇടുന്നത്. ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ഉലുവ ഇടുവാണ്. മീൻകറിക്ക് ഉലുവ ഇട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് വരത്തില്ല. മീൻകറിക്ക് എന്തായാലും നമ്മൾ ഉലുവ ഇടണം. നന്നായി ഇനി വഴണ്ട് വരണം. ഇതിപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കറിവേപ്പില എല്ലാം ചെറിയൊരു നന്നായി വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം. ശകലം ഇത്ര ഇടുന്നത് അര ടീസ്പൂണേ ഉള്ളൂ. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ അതൊന്ന് ചെറുതായിട്ടൊരു 1 മിനിറ്റെങ്കിലും അതിനെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഒരു കുത്ത് വരും, മസാലക്കുത്ത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് മുളക് പൊടി, ഇത് മീൻ മുളക് ഇട്ടാണല്ലോ, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുവാണ്. കശ്മീരി ചില്ലിയാണ് ഇടുന്നത്. എൻ്റെ ഇത് ചട്ടി ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ച് വേണം നമുക്ക് മുളക് പൊടി ഇതിലോട്ട് ഇടാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ട് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. മഞ്ഞൾപ്പൊടി പോലെ തന്നെ ഇതിൻ്റെയും പച്ചക്കുത്ത് മാറണമല്ലോ. ചെറുതായിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി കരിയുണ്ട്, ചട്ടിയിലായതുകൊണ്ട് ചൂട് കൂടുതലായിരിക്കും. അതുകൊണ്ട് മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത്രയും മതി. ഒരു 1 മിനിറ്റ് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് ഞാൻ അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. ഇത് കരിയാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ പുളി കലക്കി വെച്ചതിൻ്റെ വെള്ളം ഒരു ശകലം ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എനിക്ക് ആ തക്കാളി ഒന്ന് നല്ലതായിട്ട് മാഷായി കിട്ടണം. തക്കാളി ഇരുന്ന് വെന്താലെല്ലാം ഇതാവുമല്ലോ. ഞാനിപ്പോൾ വെള്ളം ഇതിലോട്ട് എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം, തക്കാളി പിന്നെ ശരിയായിട്ട് വേവത്തില്ല, പൊങ്ങിക്കിടക്കും. തക്കാളി ഇതിൻ്റെ കൂടെ ചേരണമെങ്കിൽ നല്ലതായിട്ട് അലിഞ്ഞ് ചേരണമെങ്കിൽ കുറച്ച് നേരം ഇതിന് ഒന്ന് അതിനൊരു ശകലം വെള്ളം ഒഴിച്ചത് എന്നിട്ട് അടച്ച് വെക്കാം. ഞാനൊരു 1 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച്. ഇപ്പോൾ തക്കാളി നല്ല മാഷായിട്ട് നിങ്ങൾക്ക് കാണാം, കണ്ടോ? ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല അതിൻ്റെ കൂടെ അത് മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിത് തുറക്കാൻ ഞാനൊരു 1 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് തക്കാളി ഇട്ടിട്ട് അപ്പോൾ ഇത് നല്ല ഇപ്പം ഇഴുകി ചേർന്ന് നല്ല മാഷായിട്ടുണ്ട്. ഇപ്പം
ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കുടംപുളി കുത്തി വെച്ചിരുന്നല്ലോ അതങ്ങ് ഒഴിക്കുക. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക അതിലോട്ട്. കുറച്ചും കൂടെ ഞാൻ വെള്ളം ഒഴിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ചാറ് കൂട്ടി വേണം മീൻകറി. അത് മാത്രമല്ല കുറേ നേരം നമ്മൾ ഉള്ളിയൊക്കെ നല്ലതായിട്ട് തിളപ്പിക്കുമ്പോൾ നല്ല ഉള്ളിയും തക്കാളിയും എല്ലാം ഇതിൻ്റെ കൂടെ അങ്ങ് അലിയും. അപ്പോൾ ചാറിന് നല്ല കൊഴുപ്പ് വരും. അതിനാണ് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച്. ഇനിയിപ്പോൾ ഇത് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്കിതിലോട്ട് മീൻ കഷ്ണങ്ങൾ എടുത്തിടാം. ഒരു 5 മിനിറ്റ് ഞാൻ അടച്ച് വെച്ചെന്ന് ഇപ്പോൾ കണ്ടോ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ചാറ്. ഇതിലോട്ട് നമുക്ക് നമ്മുടെ കഷ്ണങ്ങളങ്ങിടാം. കഴുകി വെച്ചിരുന്ന സീ ബ്രീമിൻ്റെ കഷ്ണങ്ങളാണ്. ഈ മീൻ നല്ല മീനാണ്, നല്ല ഒമേഗ 3 ഉള്ള മീനാണ്. സീ ബ്രീം എന്നതിൻ്റെ പേര്. നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കണം. ഒത്തിരി ഒമേഗ 3 നമ്മുടെ ഈ മത്തിയെ പോലെയും ഒക്കെ നല്ല ഒമേഗ 3 ഉള്ള മീനാണ്. നമുക്കിതിലിങ്ങനെ ഇടാം. കുറച്ചൊന്ന് ചാറിലേക്ക് വെക്കാം നമുക്ക് മീനിനെ. ഇത് ഞാൻ ചെറിയ തീയില വെച്ചേക്കുന്നത്. ഇത് കുറച്ചൊന്ന് തിളയ്ക്കട്ടെ, മീനൊന്ന് വേവട്ടെ. നല്ല മീൻ മുളകിട്ടത് ഞാൻ ചെറിയ തീയിൽ ഞാനൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് മീൻ കഷ്ണങ്ങൾ വേവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മീനൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് ചാറുണ്ട്. അതിപ്പോൾ ഈ മീൻ ചട്ടിയിലായതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ചാറ് കുറച്ചുകൂടെ പറ്റും. അതുകൊണ്ടാണ് കുറച്ച് കൂട്ടി വെച്ചേക്കുന്നത് ചാറ്. ഇനി ഇതിലോട്ട് നമ്മൾ മേളോട്ട് തന്നെ കുറച്ച് നമ്മളിങ്ങനെ കറിവേപ്പില ഇങ്ങനെ വിതറി കൊടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ വിതറി കൊടുക്കാം. അല്ലേ, കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ മേളിൽ കൂടി ഇങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മീൻ മുളകിട്ടത്. ഈസി റെസിപ്പിയാണ്. ഞാനിതിനിപ്പോൾ അങ്ങ് അടച്ച് വയ്ക്കാൻ പോകണം കേട്ടോ. കുറേ ചാറിനി വറ്റും. ചട്ടി നല്ല ചൂട്, ചാറ് കുറച്ച് വറ്റും. ഇമ്മീഡിയറ്റ്ലി ഇപ്പം തന്നെ എടുത്ത് കൂട്ടല്ലേ. ഒരു അരമണിക്കൂറെങ്കിലും അത് ഇരിക്കണം. ഒരു ഒരു മണിക്കൂറെങ്കിലും ഇരുന്ന് കഴിക്കുമ്പോൾ ഇരുന്നിട്ട് നമ്മൾ കഴിക്കുമ്പോഴാണ്, അതിനെ വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇനി കുറച്ച് അടച്ച് വെക്കാൻ പോവാം. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് കാണിക്കാം. അതിൻ്റെ വീഡിയോയിൽ തന്നെ കാണിക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ തുറന്നിട്ട് കാണിക്കാം അത് എങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല സെറ്റായിട്ട് ഇരിക്കും അന്നേരം അത്. ഇതാണ് മീൻ മുളകിട്ട റെസിപ്പി. എൻ്റെ റെസിപ്പി നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാൻ. ഇതാണ് അപ്പോൾ എൻ്റെ മീൻ മുളകിട്ടത്. സീബ്രീമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. സീബ്രീം കിട്ടുവാണെങ്കിൽ സീബ്രീം വെച്ച് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മീനാണ് ഉള്ളത് നിങ്ങളുടെ കയ്യിൽ ആ മീൻ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കാം. ഉണ്ടാക്കി ഉടനെ കഴുകല്ല, കുറച്ച് നേരം വച്ചിട്ട് കഴിക്കണം. എന്നാലും അതിൽ പുളി ഉപ്പൊക്കെ നന്നായി പിടിക്കത്തുള്ളൂ. നല്ല രുചിയാണ്. ഇങ്ങനെ വച്ച് നോക്കണം, കഴിച്ച് നോക്കണം. എന്നിട്ട് എൻ്റെ എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കഴിച്ച് നോക്കണം, ഉണ്ടാക്കി കഴിച്ച് നോക്കണം. എൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു, എൻ്റെ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സാണ് കാണുന്നതെങ്കിൽ ഡെഫിനറ്റായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളൊരു പുതിയ ചാനലാണ്, അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ചാനലിൻ്റെ പേര് പേർഷ്യൻ മലയാളിയാണ്, മറക്കല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വാച്ച് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരുടെ അടുത്തും പറയണം ഞങ്ങളൊരു പുതിയ ചാനലിനെ കുറിച്ച്. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് വേണം. ഇതുപോലത്തെ ഞാൻ വീട്ടിൽ വെക്കുന്ന വിഭവങ്ങളായിട്ട് ഞാൻ ഇനിയും വരും.
അടുത്ത വ്ളോഗിലൂടെ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാനിത് നല്ല സെറ്റായി കഴിഞ്ഞിട്ടുള്ള ഒരു ലാസ്റ്റ് ഷോട്ട് ഞാൻ വീഡിയോയുടെ എൻഡിലിടും. ഇതാണിപ്പോൾ ഇന്നത്തെ റെസിപ്പി എൻ്റെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് പേർഷ്യൻ മലയാളി, ആൻഡ് അൻറ്റിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, ബൈ ബൈ ഫ്രം ലിഡിയ, പേർഷ്യൻ മലയാളി. താങ്ക് യു.